യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതായ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. കാരണം അങ്ങനെ ആവർത്തിക്കുമ്പോൾ നമ്മൾ കൂടുതൽ സമയം അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട്. എന്നാൽ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ വചന ധ്യാനം ഏതെങ്കിലും തരത്തിൽ നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് നിങ്ങൾക്ക് ആ സന്ദേശങ്ങൾ വീണ്ടും കേൾക്കാവുന്നതോ നേരത്തെ കേട്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വീണ്ടും അത് കേൾക്കാനുള്ള സാവകാശമുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും സന്ദേശം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി എന്നെ ഈ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് ആ സന്ദേശം പങ്കിട്ടുകൊള്ളാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു താലന്ത് ലഭിച്ച മനുഷ്യനെ കുറിച്ചുള്ള ചിന്തകളിലൂടെയായിരുന്നല്ലോ കടന്നുപോയത്. ഒരു താലന്ത് ലഭിച്ചവന് തീർച്ചയായിട്ടും ദൈവം അവനിൽ പ്രാപ്തി കണ്ടു എന്നു മാത്രമല്ല, മറ്റുള്ളവരെ വിശ്വസ്തരെന്ന് കണ്ടതുപോലെ തന്നെ, തൻ്റെ മുന്നറിവിൽ കണ്ടതുപോലെ തന്നെ ദൈവം ഈ ഒരു താലന്ത് ലഭിച്ചവനെയും അവൻ വിശ്വസ്തനെന്ന് എണ്ണുകയുണ്ടായി. എന്നാൽ യജമാനനെ കുറിച്ചുള്ള അവന്റെ അറിവാണ് മറ്റുള്ളവരിൽ നിന്നും അവനെ വ്യത്യസ്തനാക്കിയത്. ശ്രദ്ധിക്കുക, ആ ആദ്യത്തെ രണ്ടുപേരും യജമാനനെ എങ്ങനെ കണ്ടു എന്നുള്ളതുപോലല്ല ഈ മൂന്നാമത്തവൻ കണ്ടത്. അവന് യജമാനനെ കുറിച്ച് അറിവുണ്ട്, പക്ഷെ ആ അറിവ് എന്നുള്ളത് തെറ്റായ അറിവായിരുന്നു. അതാണ് നമുക്ക് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. ഒരു താലന്ത് ലഭിച്ചവനും അവന്റെ അടുക്കൽ വന്ന്, യജമാനനെ നീ വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തിടത്തുനിന്ന് ചെറുക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞ് ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റേതിതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. ഈ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവന്റെ അറിവുകൾ തികച്ചും തെറ്റായിരുന്നു എന്നുള്ളതാണ്. ഇനിയും കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനമായി വായിച്ചു നിർത്തിയത് 26-ാമത്തെ വാക്യമായിരുന്നല്ലോ. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തിടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തിടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്നവനെന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എൻ്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടതായിരുന്നു. എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവന്റെ പക്കൽ നിന്ന് എടുത്ത് 10 താലന്ത് ഉള്ളവന് കൊടുപ്പീൻ. നമ്മൾ അടുത്ത ദിവസം ഈ വേദഭാഗം ചിന്തിക്കുന്നതാണ്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, നീ നിന്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചിന്തയുണ്ട്. ഇവന് ഈ യജമാനനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ് ഇല്ലാത്തതുകൊണ്ട്, അതേപോലെ തന്നെ ഇവനെക്കുറിച്ച് ഈ യജമാനൻ വിളിക്കുന്ന പോലെ ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന് വിളിക്കുമ്പോൾ അത് അവന്റെ പ്രകൃതത്തെ കാണിക്കുക. എന്തുകൊണ്ടാണ് ഇവൻ ദുഷ്ടനും മടിയനുമായി തീരുന്നത്? നമ്മൾ സാധാരണ മടിയന്മാരെ കാണാറുണ്ട്, അതായത് അലസതയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ. പക്ഷെ അവർ ദുഷ്ടന്മാരാകണമെന്നില്ല. അവർ അവരുടെ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങൾ കൊണ്ട് അവർ അലസരാകുന്നതായിരിക്കും. പ്രത്യേകിച്ച് അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട്, അതുപോലെ അവർക്ക് അസൗകര്യങ്ങൾ ഏറെ ഉള്ളതുകൊണ്ട്, എന്ന് മാത്രമല്ല ജീവിതത്തിൽ അവർക്ക് അലച്ചിലോ ഒന്നും തന്നെ അവർ നേരിടാത്തതുകൊണ്ട് അവർ അലസരായി മാറുന്നതായിരിക്കാം. പക്ഷെ ഈ വ്യക്തിയുടെ ഈ അലസത എന്ന് പറയുന്നത് തികച്ചും പൈശാചികമാണ് എന്നുള്ള ഒരു അറിവാണ് നമുക്ക് ഇവിടെ നിന്നും കാണുവാൻ കഴിയുന്നത്. ദൈവരാജ്യത്തിൽ ആളുകളെ ഇപ്രകാരം ദുഷ്ടരും മടിയരുമാക്കുന്നത് പിശാചിന പ്രവൃത്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിർഭാഗ്യവശാൽ ഞാൻ പറയട്ടെ, ഇന്ന് ആത്മീയ ദൈവരാജ്യത്തിൽ പോലും അനേക ആളുകൾ ഇങ്ങനെയുള്ള ആളുകളുണ്ട്. അതായത് അലസതയുള്ള ആളുകൾ, ദുഷ്ടതയുള്ള ആളുകൾ. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ അവരറിയാതെ തന്നെ പിശാച് അവരിലേക്ക് ഈ അലസത കൊണ്ടുവന്ന് അവരെ ദുഷ്ടരാക്കുന്നതായ അനുഭവങ്ങൾ വളരെയാണ്. എനിക്ക് ഇത്തരണത്തിലൊരു വാക്യം ഓർമ്മ വരികയാണ്. സദൃശവാക്യം 29-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം, വെളിപ്പാട് ഇല്ലാത്തിടത്ത് ജനം മര്യാദ വിട്ടു നടക്കുന്നു, ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. എന്തുകൊണ്ടാണ് ജനം മര്യാദ വിട്ടു നടക്കുന്നത്? വാസ്തവത്തിൽ ഈ മനുഷ്യനും മര്യാദ വിട്ടു നടക്കുക. എന്തായിരുന്നു മര്യാദ? മര്യാദ എന്ന് പറയുന്നത് യജമാനൻ കൊടുത്തതായ ആ താലന്തുകളിൽ വിശ്വസ്തനായിരിക്കുക, അത് വ്യാപാരം ചെയ്യുക, യജമാനനെ കുറിച്ച് ശരിയായിട്ടുള്ള അറിവ് പ്രാപിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ താലന്ത് വാങ്ങിച്ച ശേഷവും യജമാനനെ കുറിച്ചുള്ള അറിവിലേക്ക് ഈ മനുഷ്യൻ കടന്നു വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ വെളിപ്പാടില്ല, അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് ദർശനമില്ല. എന്താ ദർശനം ഉണ്ടാകേണ്ടത്? ഈ യജമാനൻ എന്തുകൊണ്ടാണ് ഈ താലന്ത് എനിക്ക് തന്നത്? ഈ താലന്ത് തരുമ്പോൾ യജമാനന്റെ ഉള്ളിൽ എന്നെക്കുറിച്ചുള്ള സ്വപ്നം എന്താണ്?
എന്നെക്കുറിച്ച് എന്താണ് യജമാനൻ പദ്ധതി ഇട്ടിരുന്നത്, യജമാനന് എന്നെക്കുറിച്ചുള്ള ഇഷ്ടം എന്താണ്, ഇതെല്ലാം ഗ്രഹിച്ചറിയാനുള്ള ഒരു ഉത്തരവാദിത്വം ഈ മനുഷ്യന് ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. പക്ഷേ ഇവനെ പിശാച് എടുത്തുപയോഗിച്ചു. അവന് ദർശനത്തെ പ്രാപിക്കാനോ അവന് കാഴ്ചപ്പാട് പ്രാപിക്കാനോ കഴിയാത്തതായ അനുഭവം വന്നപ്പോൾ അവൻ മര്യാദ വിട്ട് നടക്കുന്നു. എന്നാൽ അവൻ എന്തായിരുന്നു വേണ്ടതെന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഈ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. അതായത് യജമാനനെ കുറിച്ചുള്ള ശരിയായ അറിവ് വചനത്തിലൂടെ പ്രാപിക്കുന്നവനാണ് ഭാഗ്യവാൻ. അതുകൊണ്ട് ദൈവവചനം വായിക്കാതിരിക്കുന്നത് മിടുക്കാണെന്ന് ആരും ധരിക്കരുതേ. ദൈവവചനം വായിക്കാതിരിക്കുന്നത് അതെനിക്ക് ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് എന്നും ചിന്തിക്കരുത്. ദൈവവചനം വായിക്കുന്നവനാണ് ഭാഗ്യവാൻ. വായിക്കുക മാത്രമല്ല, അത് മനസ്സിലാക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് ഭാഗ്യവാൻ. ഈ മുമ്പിലത്തെ രണ്ട് ദാസന്മാരെ കുറിച്ച് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയും. അവർക്ക് യജമാനനെ കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ദൈവത്തിന്റെ ന്യായപ്രമാണം കാത്തുകൊണ്ട് അവർ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിപ്പാനിടയായി തീർന്നു. ആ അനുഗ്രഹം ഇവിടെ മാത്രമല്ല കേട്ടോ, ആ അനുഗ്രഹം സ്വർഗത്തിലെത്തുമ്പോഴും അവരെ പിന്തുടരുന്ന അനുഗ്രഹമാണ് അവർക്ക് ലഭിക്കുന്നത്. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് തന്നെ നമ്മൾ മടങ്ങി വരുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം. യജമാനൻ ഇവിടെ പറയുന്നു, നീ എന്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എന്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ഇവിടെ യജമാനൻ പറഞ്ഞ ചില വാക്കുകളൊന്ന് ശ്രദ്ധിക്കണമേ. നീ എന്റെ ദ്രവ്യം. ഈ ദാസന്മാർക്ക് ഈ യജമാനൻ താലന്തുകളെ കൊടുത്തു, അല്ലെങ്കിൽ പണം കൊടുത്തു എങ്കിലും ഇത് അവരുടേതായിട്ട് മാറുന്നില്ല. അവർ ഈ പണം കൈകാര്യം ചെയ്യുമ്പോഴും അവർ മനസ്സിലാക്കണം, ഈ പണം യജമാനൻ്റെതാണ്. അതുപോലെ തന്നെയാണ് ദൈവം നമുക്ക് തന്ന കഴിവുകൾ, ദൈവം നമുക്ക് തന്ന ആത്മീയ ദാനങ്ങൾ, അവസരങ്ങൾ, സമയം, ഇതെല്ലാം തന്നെ നമ്മുടേതല്ല, ഇത് ദൈവത്തിൻ്റെതാണ്. നമ്മൾ ഇവിടെ നിന്ന് കർത്താവ് യേശുക്രിസ്തുവിനെ അഭിമുഖീകരിക്കാൻ ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കുന്നത്, നീ എൻ്റെ സമയം എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. നീ എൻ്റെ ധനം എങ്ങനെ ഉപയോഗിച്ചു? ഞാൻ നിനക്ക് തന്ന എൻ്റെ ധനം എപ്രകാരമായിരിക്കുന്നു ഇപ്പോൾ എന്നാണ് ദൈവം ചോദിക്കുന്നത്. വാസ്തവത്തിൽ വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണിത്. ദൈവം ചോദിക്കുന്നു, ഞാൻ നിനക്ക് തന്ന എൻ്റെ കുഞ്ഞുങ്ങളെ നീ എങ്ങനെ വളർത്തി? ദൈവം ചോദിക്കുന്നു, ഞാൻ നിനക്ക് തന്ന എൻ്റെ കൂട്ടത്തെ നീ എങ്ങനെ പരിപാലിച്ചു? ദൈവം ചോദിക്കുന്നു, ഞാൻ നിനക്ക് തന്ന എൻ്റെ കുടുംബത്തെ നീ എങ്ങനെ നയിച്ചു? ഈ ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള വലിയൊരു സത്യമാണ് നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നത്, നീ എൻ്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. അതായത് ബാങ്കിൽ നീ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ഇവന് ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു കാര്യമുണ്ട്. ഇവന് വ്യാപാരം ചെയ്തില്ലെങ്കിലും ഇവനൊരു ബാങ്കിലേക്ക് ചെന്ന് ഈ താലന്ത് അല്ലെങ്കിൽ ഈ പണം കൊടുത്ത് റെസിപ്റ്റ് വാങ്ങിച്ച് യജമാനൻ കടന്നു വരുമ്പോൾ ഈ ബാങ്കിൽ നിന്ന് ഈ പണം വിഡ്രോ ചെയ്ത് വിത്ത് ഇൻട്രസ്റ്റ് പലിശയോടുകൂടെ യജമാനന് കൊടുത്തിരുന്നെങ്കിൽ യജമാനൻ ഒരിക്കലും ഇവനെ ദുഷ്ടനും മടിയനും എന്ന് വിളിക്കുമായിരുന്നില്ല. പക്ഷെ അവന്റെ പ്രവൃത്തിയിൽ യജമാനൻ അല്പം ബുദ്ധിമുട്ട് ഉണ്ടാകും എന്നത് മാത്രമല്ല, എന്നാലും ദുഷ്ടനും മടിയനുമായ ദാസൻ എന്നുള്ള വിളിക്ക് അവൻ യോഗ്യമാകുമായിരുന്നില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിൻ്റെ അർത്ഥം ദൈവിക കാര്യങ്ങളിൽ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടെ നിൽക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ആളുകൾ ഒരുപക്ഷെ ചിന്തിക്കുന്ന കാര്യമുണ്ട്. ഇവിടെ യജമാനൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ദ്രവ്യം പലിശയോടുകൂടെ വാങ്ങുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം പലിശയ്ക്ക് അനുകൂലമാണോ എന്ന് ചോദിക്കാം. പഴയ നിയമ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പഴയ നിയമ പ്രമാണങ്ങളിൽ പലിശയെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ജാതികളായ ആളുകൾക്ക് നിങ്ങൾ പണം കൊടുക്കുമ്പോൾ അത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുവിനെന്ന് കർത്താവ് പറഞ്ഞ വേദഭാഗങ്ങളുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ സ്വജാതിക്കാർ, അതായത് സ്വന്തം ജനം, ദൈവമക്കൾ തമ്മിൽ ഒരു സാമ്പത്തിക ഇടപാട് നടക്കുമ്പോൾ അത് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതായ രീതിയിൽ നിങ്ങൾ പെരുമാറണമെന്നും പലിശ വാങ്ങരുത് എന്നുമാണ് ദൈവം പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, ദൈവം നമുക്ക് തന്ന താലന്ത് ഈ ലോകത്തിൽ നമ്മൾ വ്യാപാരം ചെയ്യണം. അതിനർത്ഥം അങ്ങനെ വ്യാപാരം ചെയ്യുമ്പോൾ ദൈവം നമ്മളിൽ നിന്നും ഫലം പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാൻ കഴിയുമോ, ഞാൻ എത്രത്തോളം ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനാണ്? അതേപോലെ തന്നെ ഈ യജമാനൻ നൽകിയതായ ഈ ദാനം, ഈ സമ്പത്ത്, ഞാൻ യജമാനനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നിമിത്തമാണോ അതിനെ അവഗണിച്ചത് എന്നുള്ളത്.
ചിലപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി സമയത്ത് നമ്മൾ എന്തു ചെയ്തു എന്നുള്ളതിനേക്കാൾ ഉപരി എന്തു ചെയ്യാതിരുന്നു എന്നുള്ളതിനായിരിക്കും നമ്മൾ കൂടുതൽ അടി വാങ്ങുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചെയ്യാതിരിക്കരുത്, അല്ലെങ്കിൽ ദൈവം തന്ന ദാനങ്ങളെ നമ്മൾ വ്യാപാരം ചെയ്യാതിരിക്കരുത്. അതിനെക്കുറിച്ചുള്ള ഒരു ഗൗരവം നമുക്കുണ്ടാകണം. അത് തന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയുണ്ടായിരിക്കണം. ദൈവം നമ്മളോട് കണക്ക് ചോദിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചിന്തയുണ്ടായിരിക്കണം. അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെട്ടു പോകുവാൻ നമ്മൾ ഇടയാകരുത്. ദൈവത്തെ ഭയപ്പെടുക, ദർശനം പ്രാപിക്കുക, വെളിപ്പാട് പ്രാപിക്കുക. അതിനുവേണ്ടി ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ദൈവത്തെ ശരിയായിട്ട് അറിഞ്ഞ് കർത്താവിൻ്റെ തക്കതായ മഹത്വവും ബഹുമാനവും സ്നേഹവും എല്ലാം നൽകിക്കൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് തന്നതിൽ ഞങ്ങൾ വിശ്വസ്തരായിരിക്കാൻ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ സമയം, ഞങ്ങളുടെ കഴിവുകൾ, ഞങ്ങളുടെ അവസരങ്ങൾ, ഇവയിലെല്ലാം തന്നെ ഞങ്ങൾ വിശ്വസ്തരായിരിക്കാൻ, കർത്താവെ, അവ അലസതയോടുകൂടെ ചെയ്യാനോ മടിയോടുകൂടെ ചെയ്യാനോ അലസരായിരിക്കാനോ ദുഷ്ടതയുള്ളവരായിരിക്കാനോ ഞങ്ങൾ ഇടയാക്കാതെ, സാത്താന്യ പ്രലോഭനങ്ങളിൽ ഞങ്ങൾ അകപ്പെട്ടു പോകാതെ, കർത്താവിൽ ഞങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിക്കുവാനും ദൈവത്തിൽ നിന്നുള്ള വചനവും ദൈവത്തിൽ നിന്നുള്ള ആ നിർദ്ദേശങ്ങളും പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളേവരെയും സഹായിക്കണമേ. ഈ വചനം കേട്ടേവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. തീർച്ചയായിട്ടും ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.